ഹലോ ഹായ് എല്ലാവർക്കും മൈ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന പൈപ്പ് ക്ലെൻസറിൻ്റെ മേക്കിംഗ് വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഇതിൻ്റെ ഒരു പീസിന് 2 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിപ്പം പാക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് പാക്കറ്റായിട്ട് വേണമെങ്കിലും വാങ്ങാം, അല്ല പീസായിട്ട് മതിയെങ്കിൽ അങ്ങനെ വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നതെന്നാണ് ആദ്യം ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൽ പോളൻസ് വെച്ച് വേണമെങ്കിലും ഫ്ലവർ ചെയ്യാം, പോളൻസ് ഇല്ലാതെയും നമുക്ക് ഫ്ലവർ ചെയ്യാം. ഇനി നമുക്ക് ഇങ്ങനെ രണ്ടും അല്ലാതെ തന്നെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഹാഫ് ബീഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ബീഡ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഗ്ലൂ തേച്ചിട്ട് അത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പൈപ്പ് ക്ലെൻസർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി നമ്മൾ ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിനകത്തൊരു കമ്പി പോലെ ഉണ്ട് കേട്ടോ, ഒരു തിന്നായിട്ടുള്ള കമ്പിയുണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ നമുക്ക് വളയ്ക്കുകയോ തിരിക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആദ്യം 1-2 ഫ്ലവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെ ചെയ്യണമെന്ന്. ഇതിൽ ഹെയർ ബാൻഡും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അതുണ്ടാക്കുന്ന വീഡിയോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ ഇതിൽ ചെയ്യുന്ന പോലെ നോക്കി ചെയ്താൽ മതി കേട്ടോ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു 3 ടൈപ്പ് ഫ്ലവർ ചെയ്യുന്നതാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. പോളൻസ് വെച്ചതും പോളൻസ് വെക്കാത്തതും, അതുപോലെ തന്നെ ഒരു സൺഫ്ലവറിൻ്റെ ഫ്ലവർ കൂടെയാണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനൊന്ന് മടക്കി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ഇതിന് നമുക്കിനി ഒരു ലീഫ് ചെയ്തെടുക്കാം. അപ്പോൾ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ഗ്രീൻ കളർ എടുക്കാം. ഇതൊരെണ്ണമാണ് കേട്ടോ 2 രൂപ വരുന്നത്. ഇത് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലവറിനേക്കാളും കുറച്ചുകൂടെ ചെറുതായിട്ട് ഇതെടുത്താൽ മതി. ഇപ്പോൾ ഫ്ലവറിൻ്റെ അടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് ചെറിയ സൈസിൽ നമ്മളിങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് പോളൻസ് വെക്കാതെ ഉണ്ടാക്കിയ ഫ്ലവറാണ് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു വൈറ്റ് ബീഡ്സൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ മതി കേട്ടോ. റെഡ് ഫ്ലവറൊക്കെ വരുമ്പോൾ നമുക്ക് വൈറ്റ് ബീഡ്സൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് അതിൽ തന്നെ ഒരു ലീഫ് കൊടുക്കാം കേട്ടോ. നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ലീഫ് നമുക്ക് ചെയ്തിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ തന്നെയാണ് ലീഫ് ചെയ്തത്. ഇതാണ് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുന്നത്. ഫ്ലവർ നമുക്കിങ്ങനെ തിരിച്ചൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് വരുന്നത് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ലീഫോട് കൂടി ഒരു ഫ്ലവറായ കേട്ടോ. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ ലീഫ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിന് ജസ്റ്റ് ഫ്ലവറിൽ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചുറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പൈപ്പ് ക്ലെൻസർ കൊണ്ട് 2 ഫ്ലവറിൽ ചുറ്റിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിലിങ്ങനെ ചുറ്റിയിട്ട് ഇത് നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കതിൽ ഫ്ലവർ പോട്ടിൽ ഇങ്ങനെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള നീളത്തിന് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 എണ്ണം ചെയ്യാൻ പറ്റും നമുക്ക്. അതായത് ഇതിൻ്റെ പകുതി വെച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ വേറൊരു ഫ്ലവറിലും കൂടെ നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാം. അപ്പോൾ ഒരെണ്ണം കൊണ്ട് ഒരു പൈപ്പ് ക്ലെൻസർ കൊണ്ട് 2 ഫ്ലവറിൽ നമുക്ക് ചുറ്റാൻ പറ്റും. ലീഫും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാത്തിലും നമുക്ക് ലീഫും കൂടെ വേണ്ടി വരത്തില്ലല്ലോ.
ഓക്കെ, അപ്പോൾ ഇത് അടുത്തൊരു ഫ്ലവർ ചെയ്യുന്നതാണ് കേട്ടോ, സൺഫ്ലവർ ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് നല്ല കടുത്ത യെല്ലോ അല്ല കേട്ടോ, ഇത് ലൈറ്റ് യെല്ലോ ആണേ. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ചെയ്യുന്ന ആ യെല്ലോ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി കേട്ടോ. അതുകൊണ്ട് ഞാനത് മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ലൈറ്റ് യെല്ലോ ആണ് ഇപ്പോൾ ഉള്ളത്, അതാണ് എടുക്കുന്നത്. ഇതും ഏകദേശം നമുക്കിപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആണ്, അതാണ് ഞാൻ വീഡിയോയിൽ ഇത് കാണിക്കാത്തത്. അപ്പോൾ ഇതിങ്ങനെ ഒരു പൈപ്പ് ക്ലെൻസർ എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം കൊണ്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ പെറ്റൽസ് പോലെ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുക. ഇതിൻ്റെ പകുതി കൊണ്ട് ഇത് ഒരെണ്ണത്തിൽ നമുക്ക് 2 പെറ്റൽസ് ഇതുപോലെ കിട്ടും കേട്ടോ, ഒന്നിൽ തന്നെ 2 എണ്ണം കിട്ടും. വളരെ സിമ്പിളല്ലേ. നമുക്ക് ഇതിൻ്റെ സൺഫ്ലവറിൻ്റെ ഈ നടുക്കുള്ള പോർഷൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇതിന് അധികം ഗ്ലൂ ആവശ്യമില്ല, എങ്കിലും ഫസ്റ്റ് ടൈം ചെയ്യുന്നവർ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ ഓപ്പണായി വരാൻ സാധ്യതയുണ്ട്. ഒത്തിരി ചുറ്റുമ്പോഴത്തേക്ക് ഇതങ്ങ് ഓപ്പണായി പോകും ചിലപ്പോൾ. അതുകൊണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏത് ഗ്ലൂ വേണമെങ്കിലും ഇതിനെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് നന്നായിട്ട് പെട്ടെന്ന് സ്റ്റിക്കാവും, പെട്ടെന്ന് ഇത് ഒട്ടിപ്പിടിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് സാധാ ഫെവിക്കോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൽ ഏറ്റവും നന്നായിട്ട് ചേരുന്നത് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. അതാണ് ഇതിൽ നന്നായിട്ട്, അത് പറഞ്ഞു പോകില്ല കേട്ടോ, അത് നന്നായിട്ട് ഒട്ടിയിരിക്കും. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് ഗ്ലൂ 7000 ആണ്. അതിന് നമുക്കറിയാം, 7000 ഉപയോഗിക്കുന്നവർക്ക് അറിയാം, ഒരു നിമിഷം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാൻ ഗ്ലൂ ഗണ്ണല്ല ഉപയോഗിക്കുന്നത്, 7000 ആണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലൂ ആണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ സെൻറ്റർ പോർഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഓർഡറിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു ലെയറാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് 2 ലെയർ വേണമെങ്കിൽ 2 ലെയർ ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇത് ഒറ്റ ഫ്ലവറായിട്ട് ഒരു ഫ്ലവർ വേസിൽ വെക്കുന്നതാണ് കൂടുതൽ ഭംഗിയായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡാർക്ക് യെല്ലോ ഉടനെ തന്നെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഉടനെ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് ഡാർക്ക് യെല്ലോയിൽ ചെയ്യുന്നതാണ് ഇത് ഏറ്റവും നല്ലത്. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ നമുക്ക് വീട്ടിൽ വേണമെങ്കിലും ഇത് നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഫ്ലവർ ചെയ്തപ്പോഴാണ് എനിക്ക് ഒത്തിരി ഓർഡേഴ്സ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഒത്തിരി ഓർഡേഴ്സ് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ഓക്കെ, നമുക്കിതിനൊരു സ്റ്റെമ്മ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് ഒരല്പം കൂടെ നമുക്ക് നീളത്തിന് ചുറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും. അപ്പോൾ ഇത് 1-2 മോഡൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പുതിയ പുതിയ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ വരും കേട്ടോ. ഇത് വീട്ടിലൊക്കെ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. നമ്മുടെ വീടൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഐറ്റമാണിത്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പോർഷനിൽ ഒരു പൈപ്പ് ക്ലെൻസറും കൂടെ ചുറ്റിയെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള നീളത്തിന് നമുക്ക് ചുറ്റിയെടുത്ത് നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇതുപോലെ ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഫ്ലവറും ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര ഡീപ്പായിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒറ്റ ഫ്ലവറായിട്ട് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്, സൺഫ്ലവർ.
എത്ര എണ്ണം വേണമെങ്കിലും വെക്കാം. എന്നാലും ഒരു ചെറിയ ഫ്ലവർ വൈസിൽ ഒരു ഫ്ലവർ ഇരിക്കുന്നത് നല്ല ഭംഗിയായിരിക്കും. ഇത് നമുക്ക് ആവശ്യമുള്ള നീളത്തിലും വണ്ണത്തിലും നമുക്ക് എടുക്കാം കേട്ടോ. വേണമെങ്കിൽ 2 പൈപ്പ് ക്ലെൻസർ വേണമെങ്കിൽ നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാം. ഇനി ആ പോർഷനിൽ നമുക്കിതൊന്ന് ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കമൻസ് അറിയിക്കണേ. വീട്ടിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. ഫ്ലവറൊക്കെ ഇങ്ങനെ വീട്ടിനകത്തൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഇത് നല്ലൊരു ബിസിനസ് ഐഡിയയുമാണ്. ബിസിനസ്സായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഇതുപോലത്തെ ഫ്ലവറൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് അതൊരു ബിസിനസ് ആക്കാനും പറ്റും. പിന്നെ ഇതാണ് ഫ്ലവർ പോട്ടായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഇത് നമ്മൾ പൈപ്പ് ക്ലെൻസർ കൊണ്ട് ചെയ്യുന്നതാണ്. നമുക്ക് സിമ്പിളായിട്ട് വേറെ നമുക്ക് ലീഫൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ ഗ്രീൻ കളറിൽ പൈപ്പ് ക്ലെൻസർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിറച്ച് നമുക്ക് വെക്കാം കേട്ടോ. കൊച്ചു കൊച്ചു ലീഫായിട്ട് അങ്ങനെ വെക്കാം. ഇതിൽ വേണമെങ്കിൽ അങ്ങനെ ചുറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ലീഫ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ലീഫ് ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാൻ ഇത്രയും ഫ്ലവേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും കൂടെ മേക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ പൈപ്പ് ക്ലെൻസർ കൊണ്ടുള്ള ഫ്ലവർ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഇതുകൊണ്ട് ബോയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്സ് വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ ഹെയർ ബോ ചെയ്യുന്നത് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്ലവറിന് വേണ്ടിയിട്ട് ഒത്തിരി കമൻസ് വന്നതുകൊണ്ടാണ്, പേഴ്സണലി മെസ്സേജ് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫ്ലവറിൻ്റെ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ദിവസം മുൻപ് ചെയ്ത കുറച്ച് ഫ്ലവേഴ്സിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഹെയർ ബോയുടെയൊക്കെ വീഡിയോസ് ഫോട്ടോസും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ചെയ്യുക. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറും ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിലൊരു മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.